ഇപ്പോൾ എൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ ഹരേ കൃഷ്ണ ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു, വിനീതമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു കാര്യം, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കാത്ത കൂട്ടുകാർ ഒന്ന് കൂട്ടാക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ രാത്രികാല ചിന്തകളാണ്. തീർച്ചയായിട്ടും ലേറ്റ് നൈറ്റ് തോട്ട് ഓഫ് യുവർ പേഴ്സൺ ആണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് രാത്രി ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് ഫോഴ്സ്ഫുള്ളി അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം, കാർഡുകൾ നമുക്ക് തീർച്ചയായിട്ടും എടുത്ത് നോക്കാം. എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു സമയത്ത് കാർഡുകൾ എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ലേറ്റ് നൈറ്റ് തോട്ട് എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ക്യൂൻ ഓഫ് സോഡ് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഈ ഒരു പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് തീർച്ചയായിട്ടും. അതായത് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൂടുതലും ഒരു സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട കാർഡായിരിക്കാം. ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സെപ്പറേഷനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ നിങ്ങളിൽ ആഴത്തിലുള്ള മുറിവുണ്ടാക്കിയതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ആണ്. തീർച്ചയായിട്ടും അതായത് ഇവിടെ ഒരു സെപ്പറേഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ വിട്ടിട്ട് പോയ ആ വ്യക്തിയുടെ ഈ ഒരു സമയത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി എടുത്തു ചാടിയായിരിക്കാം നിങ്ങളെ അവർ ഉപേക്ഷിച്ച് പോയത്. ആ ഒരു കാര്യത്തിൽ അവരൊരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പായിരുന്നു നിങ്ങളുടേത്. ആ ഒരു വ്യക്തി വേറെ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളെ വിട്ടുപോയതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ ഒരു ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു ദാമ്പത്യ ബന്ധം എൻഡ് ആയതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഒരുപാട് അവരുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാർഡ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ആ ഒരു വ്യക്തി ഒരു കാർഡും കൂടെ എടുക്കാം. ഒരു ചാരിയറ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ ഈ ഒരു വ്യക്തി വേറൊരു വ്യക്തിക്ക് വേണ്ടി ഉപേക്ഷിച്ചതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ അവർ ഉരുകുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ടൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായിരുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിയുടെ കൂടെ പോയതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളെക്കാൾ പ്രാധാന്യം വേറൊരു വ്യക്തിക്ക് കൊടുത്തതായിട്ട് കാണുന്നുണ്ട്. എന്നിരുന്നാലും അവർ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ അവർ രാത്രിയിൽ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു ലവേഴ്സ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഈ ഒരു ലവേഴ്സ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അവർ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ട് സെക്ഷുവലി ഒരുപാട് ഒബ്സഷൻസ് അവർക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ലേറ്റ് നൈറ്റ് തോട്ടിൽ നിങ്ങളുമായിട്ടുള്ള തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫിസിക്കൽ കണക്ഷനും കൂടെ ആവാം. നിങ്ങളൊരു മെൻ്റൽ കണക്ഷൻ മാത്രമല്ല, നിങ്ങൾ തമ്മിൽ ഡീപ്പായിട്ടുള്ള ഫിസിക്കലി ഇടപെട്ടതായിട്ടുള്ളൊരു ബന്ധത്തെ സൂചിപ്പിക്കുന്ന കാർഡുകളാണ്. തീർച്ചയായിട്ടും ഒരു ഒബ്സഷൻ ആ ഒരു വ്യക്തിക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുമായിട്ടൊരു സെക്ഷുവൽ ഫീലിങ്സാണ് ആ വ്യക്തിക്ക് കൂടുതലും ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ഇവിടെ ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വരുന്നിട്ടുണ്ട്. ആ ഒരു വ്യക്തി കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ ഒരു ബന്ധത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ലെസ്റ്റ് ഫുള്ളായിട്ടുള്ള റിലേഷൻ അല്ല ഇത്. തീർച്ചയായിട്ടും
എന്നാൽ ഒരു സെക്ഷൽ അട്രാക്ഷനാണ്. അതായത് നിങ്ങൾ തമ്മിൽ ഒരുപാട് നാളത്തെ ഒരു ദാമ്പത്യ ബന്ധം ഉണ്ടായിരുന്ന വ്യക്തികളായിരിക്കാം. ആ ഒരു ദാമ്പത്യ ബന്ധം തകരാൻ കാരണം ചിലപ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാത്തതിൻ്റെ ഒരു കുഴപ്പമാവാം. എന്നിട്ട് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ വളരെ നാൾ കാത്തിരുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിക്ക് എന്താണ്, നിങ്ങൾക്ക് അവർക്ക് കഴിയുന്നത് പോലെ ആ ഒരു ബന്ധത്തിൽ നിങ്ങൾ അത്രയ്ക്ക് ഒരു നല്ല രീതിയിൽ ആ വ്യക്തിയായിട്ട് കൊണ്ടുപോകും. അതായത് നിങ്ങളുടെ സെക്ഷുവൽ ലൈഫ് അത്ര നല്ലതല്ലായിരിക്കും. അതുകൊണ്ടാണ് ആ ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ തിരഞ്ഞു പോയത്. പക്ഷേ ഇപ്പോഴാ വ്യക്തി അവിടെ കർമാസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവരൊരുപാട് ആ ഒരു കാര്യത്തിൽ വിഷമിക്കുന്നതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡീപ്പായിട്ടുള്ളൊരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് നിങ്ങളിൽ നിന്നാണ്. തീർച്ചയായിട്ടും അവരതുകൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിൽ ഒരു പ്രതീക്ഷ അർപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതുപോലെ ഇവിടെ ഒരു കിങ് ഓഫ് സോഡ് എന്ന് പറഞ്ഞൊരു എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് വരുന്നൊരു എനർജിയാണ്. നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വളരെ പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ആ വ്യക്തി ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒന്നിച്ചൊരു ബന്ധം. അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു ഇപ്പോഴത്തെ അപ്പിയറൻസിലൊക്കെ അവർക്ക് ഒരുപാട് നിങ്ങളോട് താല്പര്യം തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സെക്ഷുവൽ അട്രാക്ഷൻ മാത്രമല്ല, അവരൊരു സെക്ഷുവൽ ഡിസയറൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ഒരു സെക്ഷുവലി അവർക്ക് കൂടുതൽ ഒരു അട്രാക്ഷനൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് വരുന്ന ഒരു എനർജിയാണ് തീർച്ചയായിട്ടും സൂചിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഒരു പുതിയ തുടക്കം ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. രാത്രികാലങ്ങളിൽ അവർ നിങ്ങളെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഫിസിക്കലി അവർ ഒരുപാട് ഇൻറ്റിമേറ്റ് ചെയ്ത ഒരു ബന്ധമായിരിക്കാം ഇത്. തീർച്ചയായിട്ടും ഒരു ഫിസിക്കൽ ഇൻറ്റിമസി കൂടുതലുള്ളൊരു ബന്ധമാണ്. പക്ഷേ അവർ വിചാരിച്ചു അവർക്ക് ഇനിയും പോകുന്നിടത്ത് ഇതിലും നല്ലൊരു ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്കത് കിട്ടിയിട്ടില്ല. അവരതിലൊരു പരാജയമായിരുന്നു. തീർച്ചയായിട്ടും പുറമേയുള്ള ഭംഗി നോക്കിപ്പോയൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അവിടെ അവർക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിട്ടില്ല. ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ആ വ്യക്തിക്ക് അവിടെ കിട്ടിയിരുന്നില്ല. നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ആ ഒരു വ്യക്തിക്ക് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ പോയെടുത്ത് കിട്ടിയിരുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എനർജിയെ, നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതായത് അക്കരെ നിന്നാൽ ഇക്കരെ പച്ച എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. എന്തൊക്കെയോ കണ്ടിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയൊരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പോഴവരവിടെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർ രാത്രിയിൽ നിങ്ങളെ ഡീപ്പായിട്ട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് വരുന്നത്. തീർച്ചയായിട്ടും രാത്രിയിൽ അവർ മിസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ ഡീപ്പായിട്ട്. അതായത് അവർക്ക് മുൻപൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരികെ വരാനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ അവർ അതിനുള്ളൊരു സ്ട്രെങ്ത് കൈക്കലാക്കിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. കൈമുതലായിട്ട് അവർക്ക് വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അവർക്ക് നിങ്ങളെ നിങ്ങൾ ഭയങ്കര സെക്ഷുവലി അട്രാക്റ്റീവായിട്ടുള്ളൊരു പേഴ്സണായിട്ട് ഇപ്പോൾ അവർക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഒരുപാട് കളഞ്ഞിട്ട് പോയൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. അതുപോലെ ഇവിടെ ഒരു എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. അവർക്ക് ഒരു സമൃദ്ധി അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ഒരു കുഞ്ഞിനെയാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ അല്ല, നിങ്ങളിൽ ഒരു കുഞ്ഞിനെ അവർക്ക് വേണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ രാത്രിയിലുള്ള ചിന്തകൾ അങ്ങനെയാണ്. നിങ്ങളിലൊരു കുഞ്ഞ് അവർക്ക് ജനിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ക്രൗൺ ഓഫ് ഹോപ്പാണ് തീർച്ചയായിട്ടും ഒരു കാർഡ്. അവർക്കൊരു പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിലില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഇനി ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസാണ് എനിക്ക് മനസ്സിലാകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. അതായത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ആ ഒരു വ്യക്തി നിങ്ങളെ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞാണ് ഇട്ടിട്ട് പോയത്. ഇവിടെ ഒരു 8 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. 8 ഓഫ് കപ്സ് ഉപേക്ഷിച്ചാണ് പോയത്. ഇവിടെ നമ്മളൊരു മൂണിനെ നോക്കിയാൽ മനസ്സിലാകും, ആ ഒരു മൂണൊട്ട് ഹാപ്പി അല്ല. അതായത് നിങ്ങളുമായിട്ടൊരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സെപ്പറേഷൻ വളരെ പെട്ടെന്നുണ്ടായൊരു സെപ്പറേഷനാണ്. തീർച്ചയായിട്ടും അത് അവർ പോലും അത്രയും വിചാരിച്ചില്ല, അത്രത്തോളം ഒരു ആഴം അതിനുണ്ടാവുമെന്ന്. തീർച്ചയായിട്ടും
ഒരു മാറ്റം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇവിടെ നിങ്ങൾ തമ്മിലൊരു ന്യൂ ഡോർ ഓപ്പൺ ചെയ്യുന്നതായിട്ടാണ് ഡിവൈൻ പറയുന്നത്. അതായത് ആ ഒരു സെപ്പറേഷൻ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. 7 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ്, 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ തീർച്ചയായിട്ടും 773 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ് തീർച്ചയായിട്ടും. അതുപോലെ മനസ്സിലാവുന്ന ഒരു കാര്യം, ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നോട്ട് പോയിട്ട് നിങ്ങളുമായിട്ടൊരു കുട്ടിയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തിൽ അവർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു നല്ലൊരു ജീവിതം ഉണ്ടായിട്ട് സെക്ഷുവലി നല്ല രീതിയിലൊരു ഹാപ്പിനെസ് ഒക്കെ നിങ്ങളുമായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിപ്പോൾ പോയിടത്ത് അവർക്ക് അങ്ങനെ ഒരു സുഖം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു മാനസിക സുഖം അല്ലെങ്കിൽ ഒരു ശാരീരിക സുഖം അവർക്ക് ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അതിലൊട്ടും സാറ്റിസ്ഫൈഡ് അല്ല എന്നാണ് കാർഡ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും വരും. നിങ്ങളാണ് അവരുടെ റൈറ്റ് ചോയ്സ് എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അവർ ഡീപ്പായിട്ട് നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്. അവർ സെക്ഷുവലി ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക. ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ റീഡിങ്സ് ഒക്കെ ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് കൂടെ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുണ്ട്. ഇതൊരു ലസ്റ്റായിട്ടുള്ളൊരു കണക്ഷൻ അല്ല. അവർ തീർച്ചയായിട്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ളൊരു സെപ്പറേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത്. ഒരു സെക്ഷുവൽ ഡിസയറാണ് തീർച്ചയായിട്ടും. അവർ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ പോയി നല്ലൊരു പുതിയൊരു ജനറേഷനാണ് അവർ നിങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ലെസ്റ്റ് മാത്രമല്ല, പക്ഷേ സെക്ഷുവൽ അട്രാക്ഷൻ ഇപ്പോൾ അവർക്ക് വളരെ കൂടുതലാണ് നിങ്ങളുടെ അടുത്തുനിന്ന് മനസ്സിലാകുന്നു. ഓക്കെ, നന്ദി.